അപ്പോൾ ഞാനൊരു HR ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള നല്ലൊരു അവയർനെസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് സ്റ്റക്കായി നിൽക്കേണ്ട അവസ്ഥ വരില്ല. MBA HR ഡിസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. അത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്, അവിടെ നിന്ന് പ്രാക്ടിക്കൽ നോളേജ് ഒന്നും കിട്ടണില്ല. പ്രാക്ടിക്കൽ നോളേജ് ആയിട്ട് HR എന്തെങ്കിലും കിട്ടണം. ഒരു HR എന്ന് പറയുമ്പോൾ പല ഫീൽഡും ഉണ്ട്. MNCയിൽ വർക്ക് ചെയ്യണ പോലെ ആവില്ല നമ്മൾ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ. രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതൊക്കെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായത്. ഞാൻ MBA എടുത്തപ്പോൾ HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, നമ്മളൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസിൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് HR തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലായത്. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഞാൻ അങ്ങനെ എല്ലാത്തിലും ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്യാറുണ്ട്, കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ മിങ്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സണായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് എൻ്റെ ക്ലാസ്സിലത്തെ ക്യാപ്റ്റൻ എന്ന ഒരു പൊസിഷനിലേക്കാണ്. അത് ഞാൻ നല്ല രീതിയിൽ അഭിമാനിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നൊക്കെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. ഇവിടെ നിന്ന് കിട്ടണത് പ്രാക്ടിക്കൽ നോളേജ് മാത്രമല്ല, നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിലും എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും, നല്ലൊരു HR പൊസിഷനിൽ ഇരിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്.